ഹലോ. ഒരു ഓണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് നല്ലൊരു സദ്യയും ഒരു കിടിലം പാലടപ്രഥമൻ. എൻ്റെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആയ പാലടപ്രഥമൻ സ്പെഷ്യൽസിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പം ഇന്ന്. അത് വേറെ ആരുമല്ല, എൻ്റെ കൂട്ടുകാരൻ ഗിരീഷിൻ്റെ വീട്ടിൽ തന്നെ. അവൻ്റെ അച്ഛനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ്. ഒരു ദിവസം, അതായത് ഒരു രാത്രി മുഴുവൻ വേണത്ര ഒരു പാലടപ്രഥമൻ ഉണ്ടാക്കാൻ. 100 ലിറ്റർ പാലിനെ 70 ലിറ്റർ പായസമാക്കുന്ന ഈ കലാപരിപാടി ഇപ്പോൾ ചെയ്യുന്നത് ഗിരീഷാണ് കേട്ടോ. രാത്രി 11 മണി മുതൽ ഇളക്കാൻ തുടങ്ങിയാൽ കഴിയുന്നത് രാവിലെ 6 മണിക്കാണ്. കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് നമുക്കെന്തായാലും അറിയില്ലല്ലോ. ഈ 11 മണി മുതലുള്ള ഇളക്കൽ 6 മണിക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് നിർത്തിയാൽ ഈ ഇളക്കുന്ന പായസം പിന്നെ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസായി മാറും. പിന്നെ ഇത്ര നേരം കഷ്ടപ്പെട്ടതെല്ലാം പാഴലേ പോകും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പായസം ഉണ്ടാക്കണമെന്ന്. ഏകദേശം രാവിലെ ഒരു 6-6:30 ആകുമ്പോഴേക്കും പായസം റെഡി ആയിട്ടോ. ആ പായസത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണ് പായസം എന്ന്. അതും പൊന്നുകുട്ടിയേട്ട പായസം പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നൊന്നും നോക്കില്ല, ഞാനും ഒരു ബക്കറ്റ് പായസം കൂടെ വാങ്ങിയിട്ട് നേരെ വിട്ടു വീട്ടിലേക്ക്. ഞാൻ പോയി പായസം കുടിക്കട്ടെ. അപ്പോൾ ശരി എന്നാ.